നമസ്കാരം. തണ്ണീർമത്തൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് വേറൊരു പുതിയൊരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവരിൽ നിന്ന് അപ്രിസിയേഷൻ കിട്ടാനും അങ്ങനെ ഒരു സന്തോഷം കൊണ്ടുവരാനും ഒക്കെയാണ്. നമ്മളെവിടെ പോയാലും നമുക്ക് മറ്റുള്ളവരിൽ നിന്നൊരു ആദരം അല്ലെങ്കിൽ ബഹുമാനം കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഓഫീസിലായാലും ശരി തന്നെ, അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിലും ആയാലും ശരി തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലായാലും, നമ്മുടെ കാമുകിയുടെ അടുത്തായാലും, നമ്മുടെ അച്ഛനും അമ്മയുടെ അടുത്തായാലും, ആരുടെ അടുത്തായാലും നമുക്ക് അവരിൽ നിന്ന് റെസ്പെക്റ്റ് വേണം. അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായാൽ പോലും നമ്മൾ അവരിൽ നിന്ന് റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ബഹുമാനം നേടിയെടുക്കാം മറ്റുള്ളവരിൽ നിന്ന്, അതാണ് ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ അതിന് കുറേ പോയിൻറ്റ്സുകൾ ഞാൻ പറയാം. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചത് നിങ്ങൾ നടപ്പിലാക്കി നോക്കൂ. നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ക്രമേണ ഫസ്റ്റ് ഡേ തന്നെ കിട്ടുമെന്നല്ല പറയാം. ക്രമേണ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുന്നത്, അത് ക്രമേണ അവർ മനസ്സിലാക്കി നിങ്ങൾക്ക് അത് അയാൾ അങ്ങനെ തന്നെയാണ്, നമുക്കങ്ങനെ ഒരു റെസ്പെക്റ്റ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ കുറച്ച് എക്സാമ്പിൾസ് അല്ല, അതിൻ്റെ ഒരു പോയിൻറ്റ്സ് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ചടങ്ങിന് പോകുമ്പോൾ നമ്മളെ ക്ഷണിച്ചാലല്ലാതെ ആ ചടങ്ങിന് പോകരുത്. ആരെങ്കിലും ക്ഷണിച്ചാലല്ലാതെ നമ്മൾ ആ ചടങ്ങിനോ അല്ലെങ്കിൽ ഏത് സ്ഥലത്തായാലും നമ്മൾ ക്ഷണിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് നമ്മൾ പോകരുത്. ക്ഷണിക്കപ്പെടാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അപമാനം അതല്ലോ വലിഞ്ഞേറി വന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അവർക്കുള്ളത്. അത് മാത്രമല്ല, ഇവനെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇവൻ എല്ലായിടത്തും വന്നോളൂ. അപ്പോൾ ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ് നിങ്ങൾ പോയില്ലെങ്കിൽ അവർക്കറിയാൻ പറ്റും, ഇവനെ വിളിച്ചില്ലെങ്കിൽ, ഇയാളെ വിളിച്ചില്ലെങ്കിൽ ഇവൻ വരില്ല എന്നവർക്ക് ബോധ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ പോയിൻ്റ് അതാണ്. ആരെങ്കിലും ക്ഷണിച്ചാലല്ലാതെ ഒരിടത്തും പോകരുത്. ക്ഷണിക്കുന്ന സദസ്സിൽ മാത്രമേ നമുക്ക് വില കിട്ടുകയുള്ളൂ. ക്ഷണിക്കപ്പെട്ട സദസ്സാണെങ്കിൽ അവർക്കറിയാം നമ്മൾ ക്ഷണിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റെസ്പെക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ചില ആവശ്യങ്ങൾക്ക് ഒരുപാട് പേരെ വിളിക്കും. ഇപ്പം ഞാൻ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ VIP-കളെയൊക്കെ നമ്മൾ വിളിക്കുമ്പോഴത്തേക്കും അവർ ചിലപ്പം ഫോൺ എടുക്കില്ല. അവനൊരു തവണ കൂടി വിളിക്കട്ടെ എന്ന രീതിയിലായിരിക്കും അവരിയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു തവണയും കൂടെ നമ്മൾ വിളിക്കും. ചിലപ്പോൾ 3-4 തവണയൊക്കെ നമ്മളെല്ലാവരും വിളിച്ച് നോക്കിയിട്ടുണ്ടാവും. ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരാളെ 2 തവണ കൂടുതൽ വിളിക്കരുത്. അത് നമുക്ക് തന്നെ മോശമാണ്. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ്, അപ്പോൾ മനഃപൂർവ്വം ഫോൺ എടുക്കാതിരിക്കുക, തിരക്ക് ബിസിയാണ്. അപ്പോൾ നമ്മൾ ഒരു തവണ വിളിക്കുക. അപ്പോൾ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് പുറത്ത് കാണാതെ ആയി എന്നും പറഞ്ഞിട്ട് ഒരു തവണയും കൂടെ വിളിക്കുക. അതിലപ്പുറം നമ്മൾ വിളിക്കരുത്. അത് നമ്മുടെ വില കളയുന്നതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ 2 തവണ വിളിച്ച് എടുക്കില്ലെങ്കിൽ 1-2 തവണ ആവർത്തിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നമുക്ക് മനസ്സിലാവും അയാൾ ഇനി വിളിക്കില്ല. അപ്പോൾ നമുക്ക് അതുവഴി നമുക്കൊരു റെസ്പെക്റ്റ് ലഭിക്കും. പുള്ളി ഒരു തീരുമാനമെടുത്ത് അത് 2 തവണയെ വിളിക്കാവൂ. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ശീലിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ആർഗ്യുമെൻറ്റ്സ്, അതായത് തർക്കങ്ങൾ. അതായത് മണ്ടന്മാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ഇപ്പോൾ എവിടെ പോയാലും, ഇപ്പോൾ നാട്ടിൽ ചായ കുടിക്കാൻ പോയാലും അവിടെ ഒരു അല്പജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്തെങ്കിലും പത്രത്തിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വായിച്ച് വെച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് അവർ തർക്കിക്കാൻ നിൽക്കും. ആ തർക്കം വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോവുകയും വലിയൊരു അടിയായി മാറുകയും അവസാനം നമ്മൾ എത്രത്തോളം അതിനെ ന്യായീകരിക്കാൻ നോക്കിയാലും അതിന് നമ്മളെ അടിച്ച് താഴ്ത്തിയിട്ട് നമ്മളവിടെ നാണം കെടാനും സാധ്യത. അപ്പോൾ നമ്മൾക്കാൾ താഴെയുള്ളവരോട് സംസാരിക്കാൻ പോയാൽ അവരുടെ നിലവാരത്തിലേക്ക് അവരെ കൊണ്ടുവരികയും അവരുടെ നിലവാരത്തിലേക്ക് താഴ്ത്തിയിട്ട് നമ്മളെ അടിച്ച് താഴ്ത്തിയിടും. അപ്പോൾ അതിനേക്കാളും നല്ലത്, അതായത് മണ്ടന്മാരും നമ്മളെക്കാളും താഴെയുള്ളവരുമായുള്ള ആർഗ്യുമെൻറ്റ്, തർക്കത്തിന് നിൽക്കരുത്. അവിടെ നമ്മൾ സൈലൻസ് പാലിക്കുക. അതായത് പുള്ളി മണ്ടത്തരം പറഞ്ഞാൽ ഓക്കെ എനിക്കത്ര കുറിച്ച് ധാരണയില്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി എന്ത് പറഞ്ഞാൽ നമ്മൾ ആർഗ്യം പോരോ. അപ്പം നമ്മുടെ വില കളയാതിരിക്കുന്നതിന് തുല്യമാണത്. അവിടെ നമുക്കങ്ങനെ റെസ്പെക്റ്റ് കിട്ടും. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കൊടുക്കുന്ന ഉറപ്പുകളുണ്ട്. അതായത് നാളെ ഞാൻ 11 മണിക്ക് അവിടെ എത്താം, 11 മണിക്ക് എത്താമെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് 11 മണിക്ക് തന്നെ അവിടെ എത്തുക. അല്ലെങ്കിൽ നാളെ ഞാൻ നിനക്കൊരു പേന വാങ്ങിത്തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പേന വാങ്ങിക്കൊടുക്കുക. അത് ചെറിയ ഉറപ്പായാലും വലിയ ഉറപ്പായാലും, ഞാൻ അടുത്ത മാസം എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു 500 രൂപ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ തരാം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ 500 രൂപ ആ സമയത്ത്, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഉറപ്പ് കൊടുക്കാൻ പോവാതിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്ന ചെറിയ ഉറപ്പുകൾ, അപ്പം ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരാളായിട്ട് നമ്മൾ മാറും. അവൻ പറഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ വരും, അല്ലെങ്കിൽ അവൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ചെറിയ ചെറിയ വാഗ്ദാനങ്ങൾ, നാളെ ഞാൻ 7 മണിക്ക് അവിടെ എത്താം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാറുമായിട്ട് വരാം, അല്ലെങ്കിൽ നാളെ ഞാൻ ഇത്ര രൂപ അയാൾക്ക് കൊടുക്കാം,
നമുക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് കാണാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉറപ്പുകൾ നമ്മൾ കൃത്യമായി പാലിക്കുക. പ്രത്യേകിച്ച് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ നോക്കുക. ഒരു സ്ഥലത്ത് 10 മണിക്ക് നമ്മൾ എത്താൻ എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞാ ഞാൻ 4 മണിക്ക് അവിടെ എത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കറക്റ്റ് ഞാനൊരു 3:50 ആയപ്പോൾ തന്നെ ഞാൻ അവിടെ എത്തി. പുള്ളി വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഞാനൊരു 4 എന്ന് പറഞ്ഞാൽ ഒരു 4:30 4:45 ആവുമെന്ന് പറഞ്ഞ് പുള്ളി ഒരു 4:45 5 മണിക്ക് എത്തി. അപ്പം ഞാൻ 4 മണിക്ക് തന്നെ അവിടെ എത്തി. അപ്പം പുള്ളിക്ക് മനസ്സിലായി ഞാൻ വളരെ ഷാർപ്പായിട്ട്. അപ്പം അടുത്ത തവണ ഞാൻ പറഞ്ഞ പുള്ളി കുറച്ചുകൂടെ നേരത്തെ എത്തി. അതായത് ഞാൻ 4 മണി അന്ന് എന്തോ 8 മണിക്കെന്നാണ് പറഞ്ഞത് എൻ്റെ ഓർമ്മ. അപ്പോൾ രാവിലെ 8 മണിക്ക് പുള്ളി ഒരു 8:15 തന്നെ. അപ്പോൾ ഏകദേശം നമ്മളുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും നമ്മളെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരാളിന് കൊടുക്കുന്ന ഉറപ്പ് അത് കറക്റ്റായിട്ട് പാലിക്കുക. അത് നമുക്ക് ബഹുമാനം വർദ്ധിക്കുന്നതിന് കാരണമാവും. ഇനി അടുത്ത നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ അറിവുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എത്ര പഠിക്കാത്തവരായാലും എഡ്യൂക്കേഷൻ ഇല്ലാത്തവരായാലും ശരി, നമുക്ക് ജീവിതമാകുന്ന ഒരു പടവുകൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായും ലഭിക്കുന്ന കുറേ അറിവുകളുണ്ട്. അതിങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഒരാൾ ഒരു ബൈക്ക് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ പറയാം ഇന്ന കമ്പനിയുടെ ബൈക്ക് നല്ലതാണെന്ന് ഞാൻ യൂട്യൂബിൽ നിന്ന് അറിഞ്ഞു, അത് കൊള്ളാം. അല്ലെങ്കിൽ വീട് വയ്ക്കാൻ പോകണം, ഇന്ന സിമൻ്റ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായി കിട്ടുന്നതല്ല, അങ്ങോട്ട് പോകരുത്, ഇന്ന സ്ഥലത്ത് പോയ പ്രശ്നമാണ്, നീ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എത്താൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറയാൻ, ഇന്ന ഒരു PSC കോച്ചിങ്, ഇങ്ങനെ PSC ഈ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ പല പല അറിവുകൾ നമുക്കുണ്ട്. ഈ അറിവുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കരുത്. അവരാവശ്യപ്പെടുന്നെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. നമ്മൾ വെറുതെ ഒരു നോർമൽ ടോക്കൺ ചുമ്മാ ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയരുത്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അറിവ് പകർന്നു കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം സംസാരിക്കുക. നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണത്. അതായത് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സബ്ജക്റ്റും മുകളിലും അതിന് മുകളിലും ഇങ്ങനെ വെറുതെ പറഞ്ഞ് അനാവശ്യം. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഉറക്കം വരുന്നുണ്ട്, അവർ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കുന്നുണ്ടായിരിക്കും. അത് നമ്മളെ ഒരുമാതിരി ബഹുമാനം കുറയ്ക്കാൻ കാരണമാകും. അവൻ ഇത് പറഞ്ഞിട്ട് മറ്റേ നമ്മൾ വല്ലപ്പോഴും ഒരിക്കലും വളരെ നിശബ്ദത പാലിക്കുന്ന ഒരാൾ ഒരു സെൻറ്റൻസ് പറഞ്ഞാലിപ്പം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മോദിജി, നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അങ്ങനെ എപ്പോഴും ഒന്നും അങ്ങനെ സംസാരിക്കുന്നില്ല. വല്ലപ്പോഴും ഒരു റേഡിയോ പ്രഭാഷണത്തിലൂടെയോ ഇൻ്റർവ്യൂ. അപ്പം നമ്മളെല്ലാവരും മോദിജി എന്താണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്താണ് പറയാൻ പോകുന്നത്, നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ വളരെ കുറച്ച് മാത്രം സംസാരിക്കുക. പറയുന്ന കാര്യങ്ങൾ വൃത്തിയോടും മെനയോടും കൂടി വാല്യുബിളായിട്ട് സംസാരിക്കുക. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മളോട് പറയാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക. അല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി സമ്പാദിക്കുക, സ്വന്തമായി ചെലവഴിക്കുക. നമ്മൾ വിചാരിക്കും ഈ സമ്പത്തല്ല, നമുക്ക് പൈസയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സ്നേഹമാണ് വലുത് എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. സമ്പത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സമ്പത്ത് വരുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നാലെ എത്തും എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടില്ലേ, റെസ്പെക്റ്റ് നമ്മുടെ ഗുണങ്ങളിൽ പറയാം എന്നുള്ളതിൽ കവിഞ്ഞ് സ്നേഹത്തിനും കരുണ അതൊക്കെ രണ്ടാമത്തെ സെക്ഷനാണ്. പൈസ ഉണ്ടെങ്കിലാണ് നമുക്ക് വാല്യൂ ഉള്ളൂ. സത്യസന്ധമായിട്ടുള്ള ജെന്യൂനായിട്ടുള്ളൊരു കാര്യമാണ്. അതെല്ലാവരും അങ്ങനെ പറയണമെന്നൊന്നുമില്ല. സത്യസന്ധമായിട്ട് കരുതുന്നത് നമുക്ക് ക്യാഷ് വേണം, നമ്മൾ നല്ലവണ്ണം ക്യാഷ് ഉണ്ടാക്കുക. സമ്പത്തുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും റെസ്പെക്റ്റ്, വാല്യൂ എല്ലാം പിന്നാലെ വരും. അതുകൊണ്ട് സ്വന്തമായി സമ്പാദിക്കുക, സ്വന്തമായി ചിലവാക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം പൈസ സമ്പാദിക്കാനുള്ള ഒരു ഇൻകം മാത്രം നോക്കാതെ, ഒറ്റ ഇൻകം മാത്രം നോക്കാതെ വ്യത്യസ്തമായ ഇൻകങ്ങൾ പരീക്ഷിക്കുക. ഇപ്പം നമുക്കിപ്പം ഒരു ജോലി ഉണ്ടെന്ന് വെച്ചോളൂ, പാരലായിട്ട് ഓൺലൈനിലൂടെയോ വേറെ എന്തെങ്കിലും കൂടെ പരിപാടികൾ ചെയ്യുക. ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും തരത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വഴികൾ 100 കൂട്ടം വഴികൾ ChatGPT ചോദിച്ചാലോ യൂട്യൂബിലൂടെ ചോദിച്ചാലോ ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ജോബുകൾ, പാർട്ട് ടൈം ജോബുകൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, അല്ലെങ്കിൽ പഴയ വീടുകൾ വാങ്ങി അത് വാടകയ്ക്ക് കൊടുക്കുക. അങ്ങനെ 2-3 ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടുന്നെങ്കിലും ഒരു ഇൻകം നിന്നുപോയാൽ തന്നെ ബാക്കി ഇൻകത്തിലേക്ക് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അടുത്തൊരു ടോപ്പിക്കിലൂടെ വരാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കോൺഫിഡൻ്റായിട്ട് നടക്കുക, സംസാരിക്കുക. അപ്പോൾ നമ്മൾ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുനിഞ്ഞ് തല താഴ്ത്തി
ഒട്ടി എന്താ മീൻസ് ഒന്ന് വളഞ്ഞ് ഒക്കെ നടക്കുന്നത് നമ്മുടെ ഒരു ബഹുമാനത്തെ ബാധിക്കും. നമ്മൾ എത്ര നല്ല വാല്യുബിൾ ഡ്രസ്സ് ഇട്ടാലും ആൾക്കാർ നമ്മളെ മൈൻഡ് ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മൾ നല്ല നിവർന്ന് നെഞ്ചു വിരിച്ച്, അല്ലെങ്കിൽ അത്ര നെഞ്ചു വിരിക്കുന്ന പറഞ്ഞാൽ ബോഡി ബിൽഡേഴ്സ് നടക്കും പോലെയല്ല, നമ്മൾ കോൺഫിഡൻ്റായിട്ട് നല്ല വാക്കിങ്ങിലൊക്കെ നമ്മൾ വളരെ കോൺഫിഡൻ്റായിട്ട് നടക്കുകയും സംസാരത്തിലും നമ്മൾ കൃത്യമായി കള്ളമൊന്നും പറയും, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം വ്യക്തമായി അതൊരു ആരെയും ഭയമില്ലാതെ വ്യക്തമായ കാര്യങ്ങൾ പറയുക, പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് എവിടെയും പറഞ്ഞു പോവുക. അപ്പോൾ അങ്ങനെ നല്ല കോൺഫിഡൻ്റായിട്ട് നടക്കുകയും സംസാരിക്കുകയും ചെയ്യുക. ഇനിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ദയാലു ആവുക, പക്ഷേ ദയ കാരണം മറ്റുള്ളവർ നമ്മളെ മുതലെടുക്കാൻ അനുവദിക്കരുത്. ഇതാണ് അടുത്ത പോയിൻറ്റ്. ദയൊക്കെ ആവാം, പക്ഷേ നമ്മൾ ഈ ദയ കാണിച്ച് അവനൊരു ലൂസ് മാനാണ്, അവൻ്റെ നിന്ന് ഒരു 2000 രൂപ കടം വാങ്ങിക്കാം, നമുക്ക് പിന്നെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ദയ നല്ലത് തന്നെയാണ്, പക്ഷേ അത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാവൂ. അപ്പോൾ ഞാനൊരു ദിവസം ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഞാനൊരു ദിവസം ട്രെയിനിലിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു 10 രൂപ തരൂ, എനിക്ക് ഇത് ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ല. ഞാൻ ആദ്യകാലത്താണ്. അപ്പം ഞാനൊരു 10 രൂപ അയാൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ആ ട്രെയിനിലൂടെ നടന്ന് ബാത്റൂമിൻ്റെ സ്ഥലത്തേക്ക് പുള്ളി അവിടെ ഇരുന്ന് വലിയ വിൽസിൻ്റെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാര്യമല്ല, മുമ്പ് നടന്ന സംഭവമാണ്. അപ്പം പുള്ളിക്കൊന്നും ഇത് ആവശ്യമേ ഇല്ല. നമ്മൾ ഈ കൊടുക്കുന്നത് കറക്റ്റ് കൈകളിലേക്കാണോ എന്ന് ഉറപ്പിച്ചിട്ട് കൊടുക്കുക. കഴിവത് നമ്മൾ പൈസ കൊടുക്കാതെ ആഹാരമാണ്, അപ്പോൾ ആഹാരമാണ് വേണ്ടതെങ്കിൽ ആഹാരം വാങ്ങിക്കൊടുക്കുക. ആഹാരം വാങ്ങിക്കൊടുത്താൽ അവർക്ക് വയറ് നിറയുന്ന സമയം അത്രയും മാത്രമേ അവർ കഴിക്കാൻ കഴിയുള്ളൂ. ഒരു ബിരിയാണി പോലും മാക്സിമം ഒരു 150 രൂപയ്ക്ക് 200 രൂപയ്ക്ക് കിട്ടും. അത്രയിൽ കൂടുതൽ നമ്മളൊന്ന് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ദയാലു ആവാം, അല്ലെങ്കിൽ ദയ ആവാം, പക്ഷേ അത് ആരെയും നമ്മൾ ആ ദയ കാരണം നമ്മൾ മുതലെടുക്കാൻ അനുവദിക്കരുത്. ഇടയ്ക്ക് വിനീത് ശ്രീനിവാസൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഈ രജനീകാന്ത് പറഞ്ഞത്, നല്ലവനാവാം പക്ഷെ ரொம்ப നല്ലവനാവാതെ എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. അത് നിങ്ങൾ ഓർമ്മിച്ചാൽ നല്ലതായിരിക്കും. ഒരുപാട് നല്ലവനാവുണ്ട്, പക്ഷെ നമ്മൾ ഈ വരുന്ന അടിയും വെട്ടും നമ്മളെ പണിയാൻ വരുന്നതും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ ഇതുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ദയാലു ആവുക, പക്ഷേ ദയ കാരണം ഒരുപാട് പേരെ നമ്മളെ മുതലെടുക്കാൻ അനുവദിക്കരുത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിൻ്റാണ്, നിങ്ങൾക്ക് ശരിയാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. നിങ്ങൾ ഒരു ഇൻഡ്യൂഷൻ എന്നൊരു പറയുന്ന സാധനമുണ്ട്. മറ്റുള്ളവരോട് ചോദിക്കുന്ന അവരിപ്പം എടാ ഇപ്പോൾ ആ ക്രെറ്റ എന്നൊരു കാർ എങ്ങനെയാണ്, അപ്പോൾ ക്രെറ്റ കാറിന് അല്ലെങ്കിൽ ഒരു മാരുതിയുടെ ഒരു കാർ ബ്രസ പറയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഒരു ഭാഗം പറയും അത് കൊള്ളാം, അത് ഇങ്ങനെയാണ്, അത് ഇത്ര പോരാ, ഇത്ര മൈലേജ് ഉണ്ട്, അത് പോണി, ഇതാണ് ടയർ പോരാ, അതുപോലെ അങ്ങനെ പല പല അഭിപ്രായങ്ങൾ പറയും. നമുക്ക് ശരിയാവുന്ന കാര്യം, ഇപ്പോൾ നമുക്ക് ഒരു കാർ വാങ്ങണമെങ്കിൽ ബൈജുവിൻ്റെ വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് 3-4 വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തന്നെ സ്വയം മനസ്സിലാവും ഇതിലേത് ബെറ്റർ കാർ. അപ്പം നമ്മൾ ഒരുപാട് ആലോചിച്ച് തലപുണ്ണാക്കാതിരിക്കും. നമുക്ക് ശരിയാന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, നമുക്ക് ഇൻഡ്യൂഷൻ തോന്നും, നമുക്കൊരു ഉൾവിളി തോന്നും, ഒരു ഗട്ട് ഫീൽ തോന്നും, അപ്പോൾ നമുക്കത് ശരിയാണെന്നുള്ള കാര്യം നമ്മൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഈ ബഹുമാനം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. നിങ്ങൾക്ക് ബോറടിച്ചെന്ന് തോന്നുന്നു, കുറച്ച് ലെങ്തായി പോകുന്നുണ്ട്, എങ്കിലും എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ ഞാൻ ഒന്ന് സ്റ്റഡി ചെയ്ത് എഴുതിയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കി നോക്ക്, നിങ്ങളുടെ ലൈഫ് ക്രമേണ മാറുന്നതായിക്കാണ്. അപ്പോൾ ഞാനിത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, എൻ്റെ ലൈഫിൽ വന്ന അനുഭവങ്ങളും ഞാൻ കീപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമാണെങ്കിൽ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി വീണ്ടും വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പലതരത്തിലുള്ള, ഇത് മാത്രമൊന്നുമല്ല, പോസിറ്റീവ് മോട്ടിവേഷൻ മാത്രമൊന്നുമല്ല, പല വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ ഞാൻ കയറി വരും. ഇപ്പോൾ തൽക്കാലം ഞാനൊരു മോട്ടിവേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, ബൈ.